അത് തിരിച്ചറിയാൻ ഭാർഗവന് കഴിഞ്ഞില്ല. ഉള്ളിന്റെ ഉള്ളിൽ നടന്ന ആ സംഘർഷമാണ് ഭാർഗവന്റെ രോഗം. നന്മയുള്ളൊരു ജീവിതമേ ഇനി വേണ്ടൂ എന്ന് ഭാർഗവൻ തീരുമാനിച്ചാൽ മതി. അപ്പോ ശക്തനായ ആത്മവിശ്വാസമുള്ള ഭാർഗവൻ പുനർജനിക്കും. ശരിയാണ് ഡോക്ടർ, അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ വലിച്ചെറിയപ്പെടുകയായിരുന്നു. ഡോക്ടർക്കറിയാമോ, വിഷം കുടിച്ച എൻ്റെ അച്ഛൻ മരിച്ചു. എന്നെ പ്രസവിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് എന്തോ രോഗം വന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അമ്മ. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ അമ്മയെ ചികിത്സിച്ച് അച്ഛൻ മുടിഞ്ഞിരുന്നു. കഞ്ഞി വെക്കുന്നത് അച്ഛൻ, അത് കോരിത്തരുന്നത് അച്ഛൻ, സ്കൂളിൽ കൊണ്ടാക്കുന്നത് അച്ഛൻ. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാതെ എൻ്റെ നിൽപ്പെന്നും സ്കൂളിന്റെ വരാന്തയിലായിരുന്നു. അമ്മാവന്റെ ഒരു മകള് കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പം നാഗാലാൻഡിലുണ്ടായിരുന്നു. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വിട്ട ഇവനെ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. ഒരേ ഒരു മകനല്ലേ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി എന്നെ അവരോടൊപ്പം അച്ഛൻ വിട്ടു. അവിടെ നിന്നാണ് എൻ്റെ ദുരന്തം തുടങ്ങുന്നത്. എന്നെ അവർ സ്കൂളിൽ അയച്ചതേ ഇല്ല. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ 3 വയസ്സുള്ള 2 കുട്ടികളെ ഞാൻ നോക്കണം. പിന്നെ അടുക്കള പണിയും ഞാൻ തന്നെയാണ്.